നിയോഗത്താലി സാരി ഉടുത്തുള്ള ശ്രീനന്ദയുടെ നിൽപ്പും അവളുടെ സങ്കടത്തോടെയുള്ള മുഖവും എല്ലാം കാണിക്കെ സജീവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്റെ പൊന്നുമോളെ നോക്കിക്കോണേ ഏട്ടാ എന്നു പറഞ്ഞ ശ്രീദേവിയെ അയാൾക്ക് ആ നിമിഷം ഓർമ്മ വന്നു. ഇപ്പോഴിപ്പോൾ സ്വപ്നത്തിൽ തെളിയുന്നതെല്ലാം ശ്രീദേവിയുടെ കരഞ്ഞു കലങ്ങിയ മുഖമാണ്. കുറച്ചു ദിവസങ്ങളായിട്ട് സജീവന്റെ ഉറക്കം കെടുത്തുകയാണ് ശ്രീദേവി. എന്റെ പൊന്നുമോളെ ഏട്ടനും കൈവിട്ടോ എന്നൊരു ചോദ്യം. അവരുടെ ആ ചോദ്യത്തിൽ അയാൾക്കിപ്പോ ഉറക്ക തീരെ ഇല്ലാതായിരിക്കുന്നു. മനസാക്ഷിയെപ്പോലും മരവിപ്പിച്ച് കളയുന്ന സംഭവങ്ങളാണല്ലോ ഈ വീട്ടിലിപ്പോ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കയ്യിലും കഴുത്തിലും ഒന്നുമില്ലാതെ ഒരു അനാഥയെപ്പോലെ നിൽക്കുന്ന ശ്രീനന്ദയുടെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കാനാകുന്നുണ്ടായിരുന്നില്ല സജീവന്. സത്യത്തിൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അവൾക്കായി ഇത്തിരി സ്വർണം വാങ്ങണമെന്ന്. പക്ഷെ സിന്ധു അയാളെ യാതൊരു കാരണവശാലും അതിനനുവദിച്ചില്ല. 1 പവൻ വേണമെങ്കിൽ 1.5 ലക്ഷം രൂപ വേണം. നിങ്ങൾക്ക് അത്രയും കാശുണ്ടോ മനുഷ്യനെ? 2 പെൺകുട്ടികൾ ഒരുപോലെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അതുങ്ങൾക്ക് പോലും ഒരുത്തിരി പൊന്നു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോഴാണ് ഈ ദരിദ്രവാസി പെണ്ണിനെ സ്വർണ്ണമിട്ട് അണിയിച്ചൊരുക്കി വിടാൻ അയാൾ കച്ചമുറുക്കി നിൽക്കുന്നത്. സിന്ധു തലേദിവസം പറഞ്ഞ വാചകങ്ങൾ ഓർത്തപ്പോൾ സജീവന് സങ്കടം വന്നു. എന്തെങ്കിലും അഥവാ വാങ്ങിയാൽ തന്നെ സിന്ധു അത് കണ്ടുപിടിക്കും. അതുകൊണ്ട് ആ പാവം മനുഷ്യന് ഒന്നും മേലാത്ത അവസ്ഥയായിരുന്നു. മോളെ, നീ ഈ അമ്മാവനോട് ക്ഷമിക്ക്, അയാൾ അവളുടെ 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ കുട്ടിയെ ഈശ്വരൻ കൈവിടിയില്ല. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും. ഇന്ദിരാമ നിന്നെ പൊന്നുപോലെ നോക്കുമോളെ. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. ഇതാ, ഈ മാല കഴുത്തിലിട്ടു, നിന്റെ അമ്മയുടേതാ. അവളുടെ ഉള്ളം കൈയിലേക്ക് നൂല് പോലൊരു മാല അയാൾ ഏൽപ്പിച്ചു കൊടുത്തു. ശ്രീനന്ദയുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു. ഇത് അവസാനമായി എന്റെ അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല അതല്ലേ? ഇടറിയ സ്വരത്തോടെ ശ്രീനന്ദ ചോദിക്കുമ്പോൾ സജീവന് മറുപടി പറയാൻ പോലും നാവ് ഉയരുന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു വിങ്ങലോടെ അയാളൊന്ന് അമർത്തി മൂളുക മാത്രം ചെയ്തു. അന്ന് പോലീസുകാരെന്നെ ഏൽപ്പിച്ചതാ. സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നെങ്കിലും എൻ്റെ കുട്ടിക്ക് തരാൻ വേണ്ടി. അപ്പോൾ തന്നെ തരണമെന്ന് കരുതിയെങ്കിലും പിന്നീട് സിന്ധുവിന്റെ സ്വഭാവം അറിഞ്ഞതോടെ ആ ഉദ്യമം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. മോളിത് കഴുത്തിലോട്ടിട്. കഴുത്തിങ്ങനെ ഒഴിഞ്ഞു കിടന്നാലോ? ഉള്ളം കൈയിലെ മാല ചുണ്ടോടടുപ്പിച്ച് അതിലൊന്ന് അമർത്തി മുത്തി ശ്രീനന്ദ. എന്നിട്ട് ശ്വാസം ഒന്ന് എടുത്തു വലിച്ചു. അവളുടെ നെടുവീർപ്പിൽ ഉയർന്നു വന്ന വേദന അതെത്രത്തോളമാണെന്നുള്ളത് അയാൾക്കറിയാമായിരുന്നു. സജീവൻ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി അവളുടെ ആ പ്രവൃത്തിയിൽ. അയാൾക്ക് ആ സമയം ശ്രീദേവിയോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. സ്വന്തമെന്ന് പറയാൻ അവൾക്ക് ഈ ഭൂമിയിൽ ആകെയുണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു ശ്രീദേവി. ഈ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് എങ്ങനെയെങ്കിലും അവൾ ജീവിച്ചു തീർത്തൂടായിരുന്നോ ഈ ജീവിതം? അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ ആരുമില്ലാത്തവളെ പോലെ, ഒരു അനാഥയെ പോലെ അവൾ ഈ വീടിന്റെ പടികൾ ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. സജീവൻ ശ്രീനന്ദയുടെ കൈകൾ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. ആ സമയം താഴെ തന്നെ നിൽക്കുകയായിരുന്നു സംഗീതയും സാക്ഷിയും. അവരെന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചു. വലിയ സന്തോഷത്തിലാണ്. അതിൽ പ്രധാന കാരണം ശ്രീനന്ദ ഇന്ന് ഈ വീടിന്റെ പടിയിറങ്ങുകയാണ് എന്നതായിരുന്നു. അവരുടെ 3 പേരുടെയും ശത്രുവാണല്ലോ ഇത്തിരി പോന്ന പാവം പെൺകുട്ടി. താഴേക്കിറങ്ങി വരുന്ന സജീവനെ ശ്രീനന്ദയും ചേച്ചിക്ക് കാണിച്ചു കൊടുത്തത് അനിയത്തി സാക്ഷിയായിരുന്നു. ചേച്ചി, താൻ നോക്കിയേ, അവളുടെ കയ്യും പിടിച്ച് അച്ഛൻ വരുന്നു. ആ, അവരെന്തെങ്കിലും ചെയ്യട്ടടി. ഇന്നും കൂടി കണ്ടാൽ മതിയല്ലോ ഈ സ്നേഹപ്രകടനമൊക്കെ. നാളെ തൊട്ടവൾ വല്ലവന്റെ അടുക്കളയിൽ കിടന്ന് പാത്രം കഴുകാനുള്ളതല്ലേ. അവൾക്ക് പ്രൊമോഷൻ കിട്ടുമോ? സാക്ഷിയുടെ ചെവിയിൽ സംഗീത അത് പറഞ്ഞതും ഇരുവരും ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു. അതേ സമയം തന്നെയായിരുന്നു സിന്ധുവും അവർക്കടുത്തേക്ക് വന്നത്. എന്തോ പിള്ളേരെ നിങ്ങൾ ഈ പറഞ്ഞു ചിരിക്കുന്നത്? അതിനു മാത്രം എന്താ ഇത്ര സന്തോഷം? സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇന്ന് ചില ദുശകരങ്ങൾ ഈ വീടിന്റെ പടി ഇറങ്ങി പോവാ. ഞാനും സാക്ഷിയും കൂടി അത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ രാജയോഗമാണമ്മേ. സംഗീത അത് പറഞ്ഞതും സജീവനും ശ്രീനന്ദയും ഒന്നും മിണ്ടിയില്ല. എന്തിനേറെ പറയുന്നു,
അവളെ ഒന്ന് മുഖമുയർത്തി നോക്കിപ്പോലുമില്ല. പക്ഷെ വിടാൻ ഉദ്ദേശമില്ലാത്ത പോലെ അവർ തുടർന്നു. ഇന്ന് ഈ വീടിന്റെ പടികൾ ഇറങ്ങുന്നത് കൊള്ളാം. ഇനി മേലിൽ ഈ വീടിന്റെ പടി ചവിട്ടി പോകരുത്. നിന്നെ എന്നേക്കുമായിട്ട് ഞങ്ങൾ പറഞ്ഞു വിടുന്നത്, കേട്ടല്ലോ? അല്ലാതെ നിന്റെ വീട്, അമ്മാവൻ, അങ്ങനെയൊന്നും പറഞ്ഞ് ഇനി മേലിൽ ഇവിടെ നിന്നെ കണ്ടുപോകരുത്. സംഗീത പറഞ്ഞതും ശ്രീനന്ദ നനഞ്ഞ കണ്ണുകളോടെ അവളെ മുഖമുയർത്തി നോക്കി. അവളോടൊരു മറുപടി പറയാൻ പോലും ശ്രീനന്ദയ്ക്ക് ആ സമയം ഭയം തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, ഇനി താൻ എങ്ങനെയുള്ള സാഹചര്യത്തിലേക്കാണ് കടന്നു ചെല്ലാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ശ്രീനന്ദയ്ക്ക് യാതൊരു ഊഹവുമില്ല. വല്ലാത്ത മനോവേദനയോടെ നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് സജീവനൊപ്പം അവൾ പുറത്തേക്കിറങ്ങിയത്. സജീവന്റെ കാറിൽ തന്നെയാണ് അവർ ക്ഷേത്രത്തിലേക്ക് പോയത്. വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ക്ഷേത്രമാണ്. സാധാരണ നടന്നാണ് അവിടേക്ക് പോകാറുള്ളത്. സിന്ധുവും സാക്ഷിയും സംഗീതയും കയറിയതോടെ കാർ മുന്നോട്ടെടുത്തു. സജീവനൊപ്പം മുന്നിൽ കയറിയത് ശ്രീനന്ദയായിരുന്നു. സിന്ധുവിന് അത് അത്ര പിടിച്ചില്ല. എങ്കിൽ പോലും ഒന്നും പറഞ്ഞില്ല. കാരണം ഇന്നുകൊണ്ട് ശ്രീനന്ദയെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞു കിട്ടുകയല്ലേ. അതുകൊണ്ട് എന്തു ആയിക്കോട്ടെ എന്നൊരു ഭാവമാണ് സിന്ധുവിന്. ക്ഷേത്രത്തിന് മുമ്പിൽ കാർ നിന്നതും ശ്രീനന്ദ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ആരെയും നോക്കാതെ പതിയെ ദേവിയുടെ നടക്കിലേക്ക് നിന്നു. കൈ തൊഴുത് കണ്ണുകൾ അടച്ച് പതിവ് പോലെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും ഓടിയലച്ച് വരാറുള്ളത് ഈ ദേവിയുടെ നടക്കിലേക്കാണ്. ദേവി, നീയും എന്നെ കൈവിട്ടോ എന്നൊരു ചോദ്യം ശ്രീനന്ദയുടെ നാവിൻ തുമ്പിൽ വരെ എത്തി. പക്ഷെ അവൾ ചോദിച്ചില്ല. അവൾക്ക് പരിഭവമായിരുന്നു ദൈവത്തിനോട് പോലും, തന്നെ ഇങ്ങനൊരു സാഹചര്യത്തിൽ കൊണ്ട് എത്തിച്ചതിന്, ഇങ്ങനൊരു വിവാഹത്തിന് സമ്മർദ്ദം ചെലുത്തിയതിന്. അങ്ങനെ ചുറ്റുമുള്ള എല്ലാത്തിനോടും അവൾക്ക് ദേഷ്യവും പരിഭവവും വിഷമവും തോന്നി. വെറുതെ കണ്ണുകൾ ഇറുക്കിയടച്ച് കുറേയേറെ സമയം അവിടെ നിന്നു. പതിയെ പതിയെ നടന്ന് ക്ഷേത്രത്തിന് മുൻപിലെ അരയാൽ ചുവട്ടിൽ അതിന് ചുറ്റും കെട്ടിയ സിമന്റ് തറയിൽ പോയി അവളിരുന്നു. ക്ഷേത്രത്തിൽ തൊഴാനായി വരുന്നവരുടെ കണ്ണുകൾ അവളിൽ പതിയുന്നുണ്ട്. ഇടയ്ക്ക് ആരോ പറയുന്നതും അവൾ കേട്ടു, ശ്രീദേവിയുടെ മോളല്ലേന്ന്. ഇന്നാ കൊച്ചിന്റെ കല്യാണമാണെന്നൊക്കെ കേട്ടു. ആ സിന്ധു ഏതോ രണ്ടാം കെട്ടുകാരനെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ പറയാനാ ആ കൊച്ചിന്റെ ഭാഗ്യദോഷം. അല്ലെങ്കിൽ ആ ശ്രീദേവി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കേണ്ട കൊച്ചാ. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വത്തും മുതലും ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അനുഭവിക്കാൻ യോഗം വേണം. അല്പം പതിയാണവർ പറയുന്നെങ്കിലും അതൊക്കെ കൃത്യമായി ശ്രീനന്ദയുടെ കാതുകളിലെത്തി. അവൾ ആ സംസാരമൊന്നും ചെവി കൊടുത്തില്ല. അതിൽ തളരാനും പോയില്ല. അല്ലെങ്കിൽ തന്നെ അതിലും വലിയ സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നിട്ട് താൻ പിടിച്ചു നിന്നില്ലേ. അതുപോലെ ഇതും അങ്ങ് പൊയ്ക്കോളും എന്നൊരു ചിന്തയാണ് ശ്രീനന്ദയ്ക്കപ്പോൾ. അതേസമയം ശ്രീനിലയത്തിൽ നിന്ന് വിവാഹത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും. മാധവന്റെ 2 സഹോദരിമാർ വന്നിട്ടുണ്ട്. അവരും അവരുടെ മക്കളും ഭർത്താക്കന്മാരും. ഇന്ദിരയ്ക്കൊരു സഹോദരനേ ഉള്ളൂ. അവർ കുടുംബമായി വിദേശത്തായതിനാൽ തന്നെ വിവാഹം കൂടാൻ ആർക്കും വരാൻ കഴിയില്ല. അത് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. നേരം കുറിച്ചായിട്ടും അഥർവിനെ താഴേക്ക് കാണാതെ ടെൻഷൻ അടിച്ചു നിൽക്കുവാണ് ഇന്ദിര. അഥർവിനെ കാണുന്നില്ലല്ലോ മാധവേട്ട. അവന്റെ മനസ്സ് മാറി കാണുമോ? ഇന്ദിര വല്ലാത്തൊരു ആവലാതിയോടെ ഉടുത്തിരുന്ന സെറ്റുമുണ്ടിന്റെയും തുമ്പിൽ വിരൽ ചുറ്റികയഴിക്കുകയും ചെയ്തുകൊണ്ട് മാധവനോട് ചോദിച്ചു. ഛേ, താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെ അവസാന നിമിഷം വാക്കുമാർ. വാക്കിന് വിലയില്ലാത്തവനായിട്ടാണോ താൻ നമ്മുടെ മകനെ കണ്ടിരിക്കുന്നത്? എന്റെ മാധവേട്ട, ഇവിടെ അതാണോ പ്രശ്നം? അവനെക്കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് ഇങ്ങനൊരു കല്യാണം കഴിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ടെൻഷനൊക്കെ അറിയാതെ അങ്ങ് വന്നു പോകും. മാധവൻ എന്തു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അഥർവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇന്ദുവിന്റെ സ്വാർത്ഥ താല്പര്യമാണ് വിവാഹം എന്നൊന്നും അയാൾ പറയില്ല. എങ്കിൽ പോലും അഥർവിനെ പരിപൂർണ സമ്മതത്തോടെയല്ല ഈ വിവാഹം നടത്തുന്നതെന്ന് എല്ലാവർക്കും ഏകദേശം ധാരണയുണ്ട്. അതിൻ്റെ കൂടെ പെൺകുട്ടിയുടെ പ്രായം. ഇന്നവൻ ആ കുട്ടിയെ നേരിക്കാണുമ്പോൾ ആ ചിന്തകളിൽ പോലും മാധവന്റെ ഉള്ളൊന്ന് കാളി. എന്നാൽ ടെൻഷൻ അടിച്ച് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഇന്ദിരയോട് അതേക്കുറിച്ച് പറയാൻ അയാൾക്ക് ഭയം തോന്നി. ഇന്ദിരയുടെ കണ്ണുകൾ ഇപ്പോഴും മുകളിലേക്കുള്ള സ്റ്റെയറിലാണ്. അഥർവ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടോയെന്ന് നോക്കി
അവർ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. ഒരേ സമയം മാധവന് അവരോട് വിഷമവും ദേഷ്യവും എല്ലാം തോന്നി. മാധവന് അറിയാം ഇന്ദു അഥർവിന്റെ നന്മയെ കരുതിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. പക്ഷെ അവൻ അതൊക്കെ അതേ രീതിയിൽ തന്നെയാണോ എടുത്തിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മാധവന് തല പുകഞ്ഞു. ഓരോന്നൊക്കെ ആലോചിക്കുന്നതിന്റെ പുറത്ത് അയാൾ കുറച്ചു നേരം സമാധാനമായി നിന്നു. അപ്പോൾ തന്നെയാണ് അഥർവും ആരവും ഒരുങ്ങി താഴേക്ക് വന്നത്. ഒരു റെഡ് കളർ ഷർട്ടും മുണ്ടുമാണ് അഥർവിന്റെ വേഷം. ആരുവാണെങ്കിൽ സാധാരണയായി എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്ന ഒരു ജീൻസും ടീഷർട്ടും. പെട്ടെന്ന് അഥർവ് താഴേക്കിറങ്ങി വരുന്ന കണ്ട് ഇന്ദിര ആശ്വാസത്തോടെ നെഞ്ചിലൊന്ന് കൈവച്ചു. ഗുരുവായൂരപ്പ, നീ കാത്തു, അവർ ഉള്ളാലെ പറഞ്ഞു. റെഡിയായോ നീ? നമുക്കെങ്കിൽ ഇറങ്ങിയാലോ? മാധവൻ ചോദിച്ചതും അഥർവൊന്ന് മൂളുക മാത്രം ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം ക്ഷേത്രത്തിലേക്ക് എത്തിക്കോളാമെന്നാണ് പറഞ്ഞത്. അഥർവ് ഒന്നും തന്നെ ചോദിച്ചില്ലെങ്കിലും മാധവൻ അവന് കേൾക്കാനായി പറഞ്ഞു. അതിനവൻ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. ആദ്യ വിവാഹം പരാജയമായതിനു ശേഷം അഥർവ് ആരോടും അധികം സംസാരിക്കാറില്ല. കാര്യം മറ്റൊന്നുമല്ല, ഇന്ദിര പറഞ്ഞത് പ്രകാരം ബന്ധുക്കൾ എല്ലാവരും അവനെ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്തിരുന്നു ഒരു വിവാഹത്തിനായി. ആ വിവാഹം ഒരു പരാജയമായ സമയത്ത് അഥർവിന്റെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ തല കുനിച്ചു നിൽക്കാൻ മാത്രമേ ഇന്ദു അടക്കം എല്ലാവർക്കും ആയുള്ളൂ. മാധവനാണ് കാറ് ഡ്രൈവ് ചെയ്തത്. അഥർവ് കോ ഡ്രൈവർ സീറ്റിൽ വെറുതെയിരുന്നു. ഇന്ദിരയും ആര്യനും ബൈക്കിൽ കയറി. അവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം ദൂരമുണ്ട് ശ്രീനന്ദയുടെയൊക്കെ വിവാഹം നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് എത്താൻ. കാറിൽ കയറുന്നതിന് തൊട്ടു മുൻപ് മാധവൻ സജീവനെ വിളിച്ചു പറഞ്ഞു തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന്. അത് കണക്കാക്കി അവർ വരാറായ സമയം മാധവൻ ശ്രീനന്ദയ്ക്കരികിലേക്ക് ചെന്നു. മോളെ, അവരിപ്പോ വരും. മോൾ അവിടെ നിന്ന് എഴുന്നേക്ക്, വന്ന് ക്ഷേത്രത്തിന്റെ നടക്കിൽ നിൽക്ക്. അവൾ ഒന്നും മിണ്ടിയില്ല, ഒന്ന് മൂളുക പോലും ചെയ്യാതെ സജീവൻ പറഞ്ഞതുപടി ക്ഷേത്രത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നു. പിന്നെയും അല്പനേരം കഴിഞ്ഞിട്ടാണ് അഥർവിന്റെയൊക്കെ കാറ് ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് വന്ന് നിന്നത്. പിന്നാലെ തന്നെ അവരുടെ ബന്ധുക്കളും വന്നിറങ്ങി. അപ്പോഴാണ് സിന്ധുവും സജീവനും എല്ലാവരും അഥർവിനെ നേരിട്ട് കാണുന്നത്. ഒരു വേള സിന്ധുവിന്റെ മുഖം പാങ്ങി. ഇത്രയും നല്ലൊരു പയ്യനാണോ ആ നാശം പിടിച്ചവളെ വിവാഹം കഴിക്കാൻ പോകുന്നത്? അവൾ മനസ്സിലോർത്തു. നന്നേ വെളുത്ത് സുന്ദരനായിരുന്ന അഥർവ. വെട്ടിയൊതുക്കിയ താടിയും ജെല്ല് തേച്ച് മുകളിലേക്ക് ഒതുക്കി വെച്ച കോലൻ മുടിയിഴകളും, ഒരു കൈയിൽ വാച്ചും മറുകൈയിൽ ഒരു ബ്രേസ്ലെറ്റും കിടപ്പുണ്ട്. അതല്ലാതെ ആഭരണങ്ങളൊന്നും തന്നെയില്ല. ക്ഷേത്രത്തിനരികിലെത്തിയപ്പോ അവൻ കാലിൽ നിന്ന് ചെരുപ്പൂരി സൈഡിലേക്കിട്ടു. അതേപടി ആരവം ചെയ്തു. അപ്പോഴാണ് സിന്ധുവിന്റെയും സജീവന്റെയും കണ്ണുകൾ ആ ചെറിയ കുഞ്ഞിലേക്ക് നീണ്ടത്. ഇതാകും അഥർവിന്റെ ആദ്യ വിവാഹത്തിലെ കുഞ്ഞ്. സജീവൻ മനസ്സിലോർത്തു. മാധവൻ സജീവനെ കണ്ടതും പരിചയഭാവത്തിൽ ഒന്ന് ചിരിച്ചു. ഇന്ദിരയാണെങ്കിൽ സിന്ധുവിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ നിൽക്കുകയാണ്. അന്ന് സിന്ധുവിന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ അത്തരത്തിലുള്ളതായിരുന്നു. സിന്ധുവിന്റെ മൂത്ത മകൾ സംഗീത അഥർവിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. സിനിമാ നടനെ വെല്ലുന്ന സൗന്ദര്യമുള്ള ഒരു ചെറുക്കൻ. ഓ, എന്നാലും രണ്ടാം കെട്ടാണേലും അവൾക്ക് നല്ലൊരു ചെറുക്കനെ തന്നെ കിട്ടിയില്ലോ. പോരാത്തതിന് 8 മൂടാൻ പണവും. ചെക്കൻ ഇത്രയും സുന്ദരനായിരുന്നെങ്കിൽ ഞാനിങ്ങ് കെട്ടിയാൽ മതിയായിരുന്നു. അവൾ മനസ്സിലോർത്തു. ഇന്ദിര നടന്ന് സജീവന്റെ അടുത്തേക്ക് വന്നു. ശ്രീനന്ദ എവിടെ? ഇന്ദിര ചോദിച്ചു. മോള് നടയുടെ മുമ്പിൽ നിൽപ്പുണ്ട്. സജീവൻ പറഞ്ഞതും ഇന്ദിര അവിടേക്ക് നടന്നു. അഥർവിന്റെ കാതിൽ ആദ്യമായി ആ പേര് മുഴങ്ങിക്കെട്ടു. ശ്രീനന്ദ. അതായിരിക്കും അവൾ, തനിക്ക് വേണ്ടി അമ്മ കണ്ടുപിടിച്ച പുതിയ ഭാര്യ. ആലോചനയോടെ തന്നെ അഥർവ മാധവനൊപ്പം ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് ചെന്നു. അവർക്കെല്ലാം മുമ്പേ ആദ്യം അവിടേക്ക് പോയി ഇന്ദു. ശ്രീനന്ദയുടെ നിൽപ്പ് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം. ഒരു ചെറിയ പെൺകുട്ടി, കയ്യിൽ കുപ്പിവളകൾ പോലുമില്ലാതെ ഒരു അനാഥയെ പോലെ അവരിറക്കി വിട്ടതുപോലെ ഒരു നിൽപ്പ്. പാവം തോന്നിപ്പോയി ഇന്ദുവിന്. ഉടുത്തിരുന്നത് നന്നേ വില കുറഞ്ഞ സെറ്റ് സാരി. ആരായാലും ഭംഗിയായി ഉടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാരി ഉടുക്കാനുള്ള ആളൊന്നുമില്ല. നന്നേ ചെറിയൊരു പെൺകുട്ടി. അവർക്ക് പാവം തോന്നി. ഒടിഞ്ഞു തൂങ്ങിയുള്ള അവളുടെ ആ നിൽപ്പും കലങ്ങിയ കണ്ണുകളും കാണിക്കെ അവരുടെ അമ്മമ്മനും വല്ലാണ്ട് വേദനിച്ചു. ഇന്ദിര ശ്രീനന്ദയ്ക്കരികിലേക്ക് ചെന്നു.
ശ്രീകോവിലേക്ക് നോക്കി എന്തൊക്കെയോ പറയാതെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണവൾ. ആ നിൽപ്പ് കണ്ടാലേ അറിയാം എന്തൊക്കെയോ പരിഭവങ്ങൾ ദേവിയോട് പറയുകയാണെന്ന്. നീ വിഷമിക്കേണ്ട കുഞ്ഞെ, നിന്റെ സങ്കടങ്ങൾക്കെല്ലാം ഇന്നത്തോടെ അറുതി വരികയാണ്. ഇനി നിനക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങളായിരിക്കും നിന്നെ കാത്തിരിക്കാൻ പോകുന്നത്. ഇന്ദിര മനസ്സിൽ പറഞ്ഞു. പിന്നെ മെല്ലെ നടന്ന് ശ്രീനന്ദയ്ക്കരികിലേക്ക് വന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. ഞെട്ടിപ്പോയിരുന്നു ശ്രീനന്ദ ആ നിമിഷം. അതേ ഞെട്ടലോടെയാണ് അവൾ ഇന്ദിരയുടെ മുഖത്തേക്ക് നോക്കിയതും. പേടിച്ചു പോയോ? ഇന്ദിര ആർദ്രമായി ചോദിച്ചപ്പോൾ അവൾ മറുപടി പറയാതെ അവരെ തന്നെ നോക്കി നിന്നു. എത്ര നാളുകൾക്ക് ശേഷമാണ് തന്നോടൊരാൾ ഇത്രയും ആർദ്രമായി സംസാരിക്കുന്നത്. അതായിരുന്നു ശ്രീനന്ദയുടെ ഓർമ്മകളെ മുഴുവനും. പിന്നെ അവൾ മെല്ലെ ചുണ്ടനക്കി. ഇല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് കാണുകെ ഇന്ദിരയ്ക്ക് വല്ലാത്ത വിഷമം. എന്തിനാ സങ്കടപ്പെടുന്നത്? സങ്കടം ഒന്നും വേണ്ടാട്ടോ. ഇന്ദിര അത് പറഞ്ഞപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ശ്രീനന്ദയ്ക്ക് നേരിയൊരു ആശ്വാസം തോന്നി. എന്നാൽ മാധവനൊപ്പം അവിടേക്ക് നടന്നു വന്ന അഥർവിന്റെ കണ്ണുകൾ ഒരു വേള ചുരുങ്ങി. അവൻ ചോദ്യഭാവത്തിൽ മാധവനെ നോക്കി. അയാൾ മുഖം വെട്ടിച്ചു കളഞ്ഞു. ആ നിമിഷം അഥർവിന്റെ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിലെത്തി. അച്ഛാ! അല്പം കടുപ്പത്തോടെ തന്നെ അഥർവം വിളിച്ചു. ഇതാണോ പെൺകുട്ടി? അവന്റെ കണ്ണുകൾ ശ്രീനന്ദയിലേക്ക് നീണ്ടു. അവളാണെങ്കിൽ അവനെ ശ്രദ്ധിക്കുന്നില്ല. ദൃഷ്ടി ഒരിടത്ത് പതിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും കാണുന്ന ആളുകൾക്ക് ഒറ്റ മാത്രമേ തന്നെ അറിയാൻ കഴിയും. അവളുടെ കണ്ണിൽ ആ കാഴ്ചകളൊന്നുമില്ല. അവളുടെ മനസ്സും ഇവിടല്ല. എന്തൊക്കെയോ ചിന്തിച്ച് എന്തൊക്കെയോ ഓർമ്മകളെ കണ്ടാൽ സഹതാപം തോന്നിപ്പോകുന്ന തരത്തിൽ ഒരു പെണ്ണ്. അച്ഛ, ഞാൻ ചോദിച്ചത് കേട്ടോ? ഈ നിൽക്കുന്നതാണോ പെണ്ണെന്ന്? അതേ അഥർവ്, ആ കുട്ടിയെ തന്നെയാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചത്. ആ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായതാണോ? അഥർവിന്റെ ചോദ്യത്തിലൊരു ഞെട്ടൽ. മാധവൻ അവനെ നോക്കി. ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു അഥർവിന്റെ അധരങ്ങളിൽ. അപ്പോഴേക്കും പൂജാരി ഇറങ്ങി വരുന്നുണ്ട്. ഇന്ദിര ഏൽപ്പിച്ച താലിയും പൂജിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരവ്. മഞ്ഞ ചരടിൽ കോർത്ത ആ ആലിലെ പൂത്താലി കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് അഥർവിന്റെ മുഖം വലിഞ്ഞു മുറുകി. തുടരും.